മുട്ടയും അരിപ്പൊടിയും വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണിത്. നമ്മൾ കുട്ടികളെ സ്കൂളിലൊക്കെ വിടുന്ന സമയത്ത് നമുക്ക് രാവിലെ നല്ല ജോലിയായിരിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതിനാവശ്യമായിട്ട് ഇപ്പോൾ ഒരു 3 മുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 മുട്ട ഞാനൊരു ബൗൾ എടുത്തതിന് ശേഷം ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കുവാണേ. 3 മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് 1 മുട്ട വേണേൽ ഒഴിവാക്കാം കേട്ടോ. മുട്ട 3 ചേർത്തെന്ന് പറഞ്ഞാൽ മുട്ടയുടെ സ്മെല്ലൊന്നും നമുക്ക് വരത്തില്ല. അങ്ങനെ നമുക്ക് 3 മുട്ട ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാര ആട്ടോ. ടീസ്പൂൺ അളവ് വെച്ചിട്ടാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും പഞ്ചസാരയല്ലേ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല മധുരം ഉണ്ടാവുമല്ലോ, അപ്പം കൊള്ളത്തില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും നിങ്ങൾ. അങ്ങനെയൊന്നുമില്ല. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കറികൂട്ടിയാണെങ്കിലും അല്ലാതെയാണെങ്കിലും കഴിക്കാൻ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ മുട്ടയുടെ സ്മെല്ലൊന്നും നമുക്ക് കാണത്തില്ല. ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് മുട്ടയുടെ ബാഡായിട്ടുള്ള സ്മെല്ലൊന്നും നമുക്കിതിൽ വരത്തില്ല. ഇനി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലൊരു വിസ്കൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. അങ്ങനെ പഞ്ചസാരയും മുട്ടയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാട്ടോ. അരിപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ, അതാട്ടോ നമുക്കിതിലേക്ക് വേണ്ടത്. എങ്കിലേ ഉള്ളൂ നമ്മുടെ അപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. ഇപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാതെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. ഇങ്ങനെ നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്തിന് ലാസ്റ്റാമത്തെ മാവ് കൂടെ നമ്മൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മുടെ മാവ് കട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്, കാരണം വെള്ളം പോരായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചൊരു പാലും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാവേ. പാലും കൂടെ ഇപ്പോൾ പാലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു 5 ടേബിൾ സ്പൂൺ പാലൊക്കെ മതിയാവും. ആ സമയം കൊണ്ട് തന്നെ നമുക്കിതുപോലെ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ഇതേ പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ്. ഇനിയിപ്പോൾ പാലില്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ചൂടുവെള്ളം ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാലും മതിയാവും കേട്ടോ. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാട്ടോ. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ഈ സമയം വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കേട്ടോ, ഒരു പ്രശ്നമില്ല. ബേക്കിംഗ് സോഡ ചേർത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല. ഞാൻ വെറുതെ ഇച്ചിരി ഒന്ന് മാവൊന്ന് സോഫ്റ്റായി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കുറച്ചൊന്ന് പൊങ്ങി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുത്താണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മാവിൻ്റെ ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇവിടെ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അപ്പം ഒന്ന് ചുട്ടെടുക്കാവേ. അപ്പോൾ നമുക്ക് നമ്മുടെ പാനെല്ലാം ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാവേ. നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. നെയ്യുടെ ടേസ്റ്റൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണോളം സഹിതം ഒരു തവിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തി കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്താലും മതി. പാനിൽ തന്നെ നിരന്ന് നമുക്ക് ആവശ്യത്തിനായിക്കോളും. ഇനി ഒരു മുടിത്തല വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടിയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. മൂടി ഒന്ന് വെച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ടയൊക്കെ അല്ലേ, ഒരുപാട് നേരം നമ്മളിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇടുക ചെയ്തേക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി ഒന്ന് തിരിച്ചും മറിച്ച് നോക്കി ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമ്മൾ പൊടി എടുക്കുമ്പോൾ മാത്രം നല്ല നൈസ് പത്തിരിയില്ലേ, പത്തിരിപ്പൊടിയായിട്ടുള്ള പൊടി മാത്രം എടുക്കാൻ ശ്രദ്ധിച്ചാലും മതിയാവും. പത്തിരിപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അപ്പം ഇച്ചിരി ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. പത്തിരിപ്പൊടിയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് ചുട്ട് കുറേ നേരം വരെ സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ അപ്പം ഇരുന്നോളും. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകുകയും ചെയ്യും. കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ച് മധുരം ഉണ്ടെങ്കിലും നമ്മൾ പാലപ്പമൊക്കെ കഴിക്കുന്ന അതേ രീതിയിൽ നമുക്ക് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാകും. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ആരും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് നെക്കിയേക്കണം കേട്ടോ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ പറയാനുള്ളൂ. അപ്പോൾ ഇതിനി പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്നത്
നമുക്ക് ലോ ഫ്ലെയിം ആക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുട്ടയാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എല്ലാം കൂടെ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം കൂടെ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ അപ്പം ഇവിടെ കുക്കായിട്ട് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ എടുത്തതിന് ശേഷം ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളിതൊന്ന് മുറിച്ച് കാണിക്കാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അരി കുതിർക്കണ്ട, അരയ്ക്കണ്ട, പുളിക്കാൻ വെക്കണ്ട, ഒന്നും വേണ്ട. ഈസി ആയിട്ടുള്ള നമ്മൾ ഒരു നേരം രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തിന് പെട്ടെന്ന് ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പി കാണാനായിട്ട് മീന ഫാത്തിമ മിന്നൂസ് ഫാമിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.